ഒരു ട്രീയുടെ ഏജ് അറിയണമെങ്കിൽ അതിന്റെ ട്രങ്ക് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ആ ട്രീയുടെ ഉള്ളിലെ റിങ്സ് ഉണ്ടാവും. ആ റിങ്സ് എണ്ണി നോക്കിയാൽ നമുക്ക് അത് എന്താ എത്ര ഇയേഴ്സ് ആയിട്ട് എന്താ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അതെ, ഹേസിൽ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചധികം വയസ്സുള്ള ഒരു ട്രീയെ കാണാൻ പോയാലോ? എനിക്കറിയില്ല അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 450 റിങ്സ് ഒക്കെ അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും. എന്തായാലും 450 ഇയേഴ്സ് പഴക്കമുള്ള ഒരു ട്രീ കാണാനാണ് നമ്മൾ പോണത്. മനാമിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് ഈ ലൊക്കേഷൻ കേട്ടോ. അപ്പോൾ നമ്മൾ പോണ ലൊക്കേഷൻ ട്രീ ഓഫ് ലൈഫ് ആണ് കേട്ടോ. ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ 450 വർഷം പഴക്കമുള്ള ഒരു ട്രീ ആണ്. വേറൊന്നും അതിനകത്ത് പ്രത്യേകതയൊന്നുമില്ല, ഒരു മരം. അത് കാണാനാണ് നമ്മളെല്ലാവരും പോണത്. ഈ പറഞ്ഞ പോലെ ഒന്ന് ഊഹിക്കാമല്ലോ, ബഹ്റൈൻ പോലെയുള്ള കൺട്രിയിൽ റെയിനൊക്കെ വളരെ കുറവാണ്. അങ്ങനെയുള്ളൊരു മരുപ്രദേശത്ത് എങ്ങനെ ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ട്രീ ആരും വെള്ളം ഒഴിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ എങ്ങനെ തന്നെ വളർന്നു വന്നു എന്നുള്ളതാണ് ഈ ഒരു എന്താ പറയുക ട്രീയുടെ ഒരു സവിശേഷത കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഇപ്പോൾ നമ്മളൊരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് കവർ ചെയ്തത്. നമ്മൾ പോരുമ്പോൾ ബീച്ച് ഏരിയാസ് ആയിരുന്നു, കടൽ കടന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഡെസേർട്ട് ഏരിയ പോലെയുള്ള സ്ഥലമായിരുന്നു. അതും കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ തീരെ റെസിഡൻഷ്യൽ ഏരിയ അല്ല, ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ആ ഏരിയയിലേക്ക് കൂടിയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോകുന്നത് കേട്ടോ. അതുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇൻഡസ്ട്രിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കിപ്പോൾ വിഷ്വലിൽ കാണുന്നത് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് അലുമിനിയം സ്മെൽറ്ററാണ് കേട്ടോ. ആൽബ അലുമിനിയം സ്മെൽറ്റർ. അത് അലുമിനിയം അതിൻ്റെ ഓറിൽ നിന്നും സ്പ്ലിറ്റ് ചെയ്ത് അലുമിനിയം മെറ്റൽ ഉണ്ടാക്കുന്ന, നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചതൊക്കെ ഓർമ്മ വരുന്നത്. അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് കേട്ടോ, ഒരു ഇൻഡസ്ട്രിയാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ടൈം ഏകദേശം സന്ധ്യയായി. ഒരു ഗോൾഡൻ അവറാണിപ്പോൾ. നല്ലൊരു ഗോൾഡൻ ഗ്ലോയൊക്കെ ഉണ്ട് ചുറ്റും. അറ്റ്മോസ്ഫിയർ നല്ല രസമുണ്ട്, ബ്യൂട്ടിഫുള്ളാണ്. നല്ല ക്ലൈമറ്റാണ്, ചൂടില്ല. പിന്നെ നമ്മൾ ആ ലൊക്കേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ട്രീ ഓഫ് ലൈഫ് വിസിറ്റ് സെൻറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അവിടെ നമ്മളെത്തിയത് കാണുന്ന മരമാണ് കേട്ടോ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ 450 ഇയേഴ്സ് ഓൾഡ് ട്രീ. ഇതിൽ തന്നെ കാണാൻ പറ്റും ആ ഡെസേർട്ടിൽ ഒരു ഗ്രീനിഷ് ആയിട്ട് ഒരൊറ്റ ട്രീ മാത്രമേ ഉള്ളൂ. ബഹ്റൈനിലെ ഹയസ്റ്റ് പോയിൻ്റായ ജബൽ ദുഖാനിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റേഴ്സ് ദൂരത്തിലും ഒരു ഹിൽ ഏരിയയിലായിട്ടൊക്കെയാണ് ഈ ഒരു ട്രീ ഉള്ളത് കേട്ടോ. നമുക്ക് കാണാം കുറേ ആളുകൾ, കുറേ വിസിറ്റേഴ്സും ടൂറിസ്റ്റ് അട്രാക്ഷനൊക്കെ ഉള്ള സ്ഥലമാണ്. ടൂറിസ്റ്റുകളെ കാണാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ അടുത്തിരുന്ന ആൾക്കാർ ഗ്യാദർ ചെയ്യുകയും കുറച്ച് നേരം ചിറ്റ്ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ്. നല്ല ടൈമാണ് ഞങ്ങൾ വന്നത്. 2009 മറ്റോ ഇത് വേൾഡ് വണ്ടേഴ്സിലെ ലിസ്റ്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു അത്രേ, അങ്ങനെയൊക്കെ പറയപ്പെടുന്നു. ഞാനിപ്പോൾ കാണിച്ചു തരുന്ന ട്രീയുടെ കോർണറും അതുപോലെ ബാക്ക് സൈഡൊക്കെയാണ് കേട്ടോ. എങ്ങനെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഈ ട്രീ ഇങ്ങനെ പ്രൗഢിയോടെ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ട്രീ എന്ന് പറയാം, പക്ഷേ ഇതിൻ്റെ പേരാണ് അക്കേഷ്യ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് തന്നെയാണ്. അക്കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അത് ഒരുപാട് റിസർച്ചേഴ്സ് ടെസ്റ്റുകളൊക്കെ നടത്തി ഇത് ഫിക്സ് ചെയ്തതാണ്. ഇതിൻ്റെ സീഡ്സും ഫ്ലവറും ഒക്കെ കണ്ടിട്ട്, ലീഫും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇത് അക്കേഷ്യ പ്ലാന്റ് ആണ്. പണ്ട് ഇതിലെ ഈ പറഞ്ഞ പോലെ ബ്രാഞ്ചസിലൊക്കെ ആളുകളെ കയറ്റുമായിരുന്നു കേട്ടോ. ഇങ്ങനെ ആൾക്കാർ കയറി നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കുറച്ച് ഫണ്ണായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ മരത്തിൻ്റെ കോർ ഏരിയയിലേക്ക് നടക്കുക കേട്ടോ. ഇതാണ് മരത്തിൻ്റെ എന്താ പറയുക, വേരും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരു ട്രീ ആണ്. മുത്തശ്ശിയാണ്, മുത്തശ്ശിയാണല്ലേ. അതുപോലെ കുറച്ച് നോക്ക്, ഇതിൻ്റെ ബ്രാഞ്ചസൊക്കെ കുറച്ച് ഒടിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് ഇപ്പോൾ ഇതൊരു പ്രിസർവ് ചെയ്തേക്കാണ് കേട്ടോ. ലൈക്ക് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് സപ്പോർട്ടൊക്കെ കൊടുത്ത് ഇതിനെ അതുപോലെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവരെ കൊണ്ട് ബ്രാഞ്ചസിലൊന്നും കയറി കളിക്കാനോ ഒന്നും ഇപ്പോൾ സമ്മതിക്കത്തില്ല. അതുകൂടാണ്ട് സെക്യൂരിറ്റി ഗാർഡിനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊരു ട്രീ ഇതുപോലെ പ്രിസർവ് ചെയ്യുമോ എനിക്കറിയില്ല. ഇവർ വലിയൊരു ഇവരുടെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ടാണ് ഈ ട്രീ ഇപ്പോൾ പ്രിസർവ് ചെയ്യുന്നത് കേട്ടോ.
ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൂടാതെ ബാക്ക് സൈഡിലൊക്കെ നോക്കി, ഞാൻ പറഞ്ഞില്ല നേരത്തെ പോലെ തന്നെ ബാക്ക് സൈഡൊക്കെ ഫുൾ ഡെസേർട്ടാണ്. വിസിറ്റേഴ്സിന് ബ്രാഞ്ചസിൽ അലൗഡ് അല്ല എന്നുള്ളത് എൻ്റെ 2 മക്കളോട് ഞാൻ വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിച്ചു. പക്ഷേ അവരനുസരിച്ചില്ല. ദേ നോക്കിയേ, നല്ല കിളിക്കൂട. ഒന്നൊന്നും അല്ല കേട്ടോ, മൾട്ടിപ്പിൾ ഉണ്ട് ഇവിടെ. കുറേ കിളിക്കൂടുകളുണ്ട്. ഇവിടെ ഫുള്ള് ബേർഡ്സിൻ്റെ ചോപ്പിംഗ് സൗണ്ടാണ് കേട്ടോ. നല്ല രസമാണ്, അതൊരു നല്ല വൈബാണ്. പിന്നെ ഭയങ്കര കാമൻ ക്വയറ്റാണ്. വിസിറ്റേഴ്സ് ആണെങ്കിലും അങ്ങനെ ഒത്തിരി ലൗഡിൽ സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ആ ഒരു ട്രീയുടെയും ആ ഏരിയയുടെ ഒരു കാംനെസ്സൊക്കെ എൻജോയ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീലാണ് എനിക്ക് മനസ്സിലായത്. ഇതാ നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ് വന്നാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ലിയാമും ഹേസിലും ബ്രാഞ്ചസിൽ കയറുന്ന കണ്ട് കുട്ടികൾ അങ്ങനെ കയറാൻ പാടില്ല എന്ന് പറയാൻ വന്നതാണ്. എന്തായാലും എനിക്ക് സമാധാനമായി. ഞാൻ പറഞ്ഞില്ലെങ്കിലും അവർ പറയും. പിന്നീട് അവർ കുറേ സ്റ്റോറീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ട്രീയുടെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാണ് കേട്ടോ. ഇതിൽ വേരിൽ കുറേ വെള്ളം ഒഴിച്ച ഒരു ഇത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഞങ്ങൾ ചോദിച്ചു, ആരാണ് ഇതിൽ വാട്ടറിങ് നടത്തുന്നതെന്നൊക്കെ. അപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയല്ല, വിസിറ്റേഴ്സ് വരുന്നവർ ബോട്ടിൽസിൽ നിന്ന് കുറേ വെള്ളം അങ്ങനെ ഒഴിക്കും, അതാണ് അങ്ങനെ കാണുന്നത്. എല്ലാവരും ഒഴിക്കുന്ന വെള്ളമേ ഉള്ളൂ, അല്ലാണ്ട് ഗവൺമെൻറ്റായിട്ട് അതിലേക്ക് യാതൊന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കുറേ ടെസ്റ്റൊക്കെ നടത്തിയേക്കുന്നതിൻ്റെ സൈനാണ് കേട്ടോ, പാടുകളാണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കുറേ റിസർച്ചേഴ്സ് വന്ന് ടെസ്റ്റുകളൊക്കെ നടത്തി അത് പ്ലാന്റ് ഏതാണെന്ന് ഫിക്സ് ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ ടെസ്റ്റുകളൊക്കെ നടത്തിയേക്കുന്നതിൻ്റെയാണ് കാണുന്നത്. പിന്നെ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, ഒരു സൈഡിൽ ഇതിലിവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അക്കോമഡേഷനാണ്, സെക്യൂരിറ്റി ഗാർഡിൻ്റെ അക്കോമഡേഷനാണത്. പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡിൽ ഓയിൽ, ഒരു സൈഡിൽ ഗ്യാസ് പ്ലാന്റേഷൻ, ഇതൊക്കെയാണെന്നാണ് അയാളും പറയുന്നത്. ഇവർ ശരിക്കും ഒരു 50 മീറ്റേഴ്സ് ഡെപ്തുള്ള റൂട്ടാണത്രേ ഇത്. അപ്പോൾ അത് മാത്രമല്ല, ഇതിൽ ഈ ഒരു ഏരിയയിൽ മാത്രമാണ് പ്ലാന്റിന് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതാണത് പ്രൂവ് ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ എവിടെയും വേറൊരു ട്രീയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നതും ഓയിലാണ് ഒരു സൈഡിൽ. അതാണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ പ്ലാന്റ് ഗ്രോ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത്. ഏകദേശം നൈറ്റായി, നമ്മൾ സന്ധ്യ കഴിഞ്ഞ് രാത്രിയിലേക്കാകുമ്പോൾ ഇവിടെ ലൈറ്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാം ലൈറ്റൊക്കെ തെളിഞ്ഞ്. ആ ഒരു ബ്യൂട്ടിയും ഭയങ്കരമാണെന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളതും കൂടെ കാണാമെന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ആ ലൈറ്റൊക്കെ വന്നു കഴിയുമ്പോൾ ആ ട്രീയുടെ ബ്യൂട്ടി ഇച്ചിരൂടെ വർദ്ധിച്ചതായിട്ട് എനിക്ക് തോന്നി. എന്താല്ലേ, നമ്മുടെ നാട്ടിൽ ഫ്ലാറ്റുകൾ പണിയാനും വലിയ വലിയ കെട്ടിട സമുച്ചയങ്ങൾ വരാനും ഒക്കെ ആയിട്ട് മരങ്ങളും കാടുകളൊക്കെ വെട്ടിത്തെളിക്കുമ്പോൾ ഇവിടെ ഒരു പ്ലാന്റിനെ പ്രിസർവ് ചെയ്ത് അതിനെ ഒരു രാജകുമാരിയായിട്ട് വാഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ നമ്മുടെ വിസിറ്റ് കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീണ്ടും ബാക്ക് ടു ഫ്ലാറ്റാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ട്രീ ഓഫ് ലൈഫ് ഇഷ്ടമായി എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇതായി നോക്കാം, ജബൽ ദുഖാൻ ഞാൻ പറഞ്ഞില്ലേ, ആ കാണുന്ന ദൂരെ കാണുന്ന മൗണ്ടെയിനാണ് കേട്ടോ ജബൽ ദുഖാൻ. ബഹ്റൈനിലെ ഹയസ്റ്റ് മൗണ്ടെയിനാണ്, ഹയസ്റ്റ് പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.